ഓണക്കാലമാകുന്നതോടെ ചേർത്തലയിലെ ഗ്രാമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ആരവം സായുവിൻ്റേതാണ്. ഗോലിയും മണ്ണും കളിക്കാരൻ്റെ കൈവേഗവും ചേർന്ന കളി. സായുകളിയെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം: തുറസായ പറമ്പിൽ മണ്ണിൽ വൃത്താകൃതിയിൽ 11 ചെറുകുഴികൾ തയ്യാറാക്കുന്നു. നടുക്ക് ഒരു കുഴി, അതിൻ്റെ പേര് സായു. ചുറ്റും നിശ്ചിത അകലത്തിൽ 10 കുഴികൾ. ഈ കുഴികളിൽ ഗോലി എറിഞ്ഞു വീഴ്ത്തുന്നതാണ് കളി. നിശ്ചിത ദൂരത്തു നിന്ന് ഗോലി എറിഞ്ഞ് കുഴികളിൽ എത്തിച്ചാൽ പോയിന്റ് ലഭിക്കും. ഓരോ കുഴിക്കും 10 മുതൽ 100 വരെ പോയിന്റാണുള്ളത്. സായു കുഴിയിൽ ഗോലി പതിച്ചാൽ 100 പോയിന്റ് മൈനസ് ആകും. നിശ്ചിത വേഗത്തിൽ ഗോലി എറിഞ്ഞില്ലെങ്കിൽ തോൽവി ഉറപ്പ്. അതുകൊണ്ട് തന്നെ ആവേശത്തിനൊപ്പം വേഗവും മനസ്സും ഒരുമിച്ച് ചേരേണ്ട കളിയാണിതെന്ന് സായുകളിയുടെ കാരണവർ പ്രഭുവാശൻ പറയുന്നു. ജാതിമത ഭേദമന്യേ പ്രായപരിധിയില്ലാതെ സന്തോഷമായിട്ട് നടത്തുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ് ഞങ്ങളുടെ ഈ വട്ടുകളി. ഓണക്കാലത്ത് ഇവിടെ നടക്കുന്ന കളിക്ക് പ്രായഭേദമില്ല. പുലർച്ചെ തുടങ്ങുന്ന കളി രാത്രി വൈകിയും തുടരും. കളിയിൽ തോൽക്കുന്നവർക്ക് സമയനഷ്ടം മാത്രമല്ല, മാനക്കേട് കൂടി സഹിക്കേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം തോൽക്കുന്നവരെ കളിയാക്കി പാട്ടുകളും സായുകളിയുടെ ഭാഗം. നമ്മുടെ സ്നേഹിതൻ മേശരി ഉണ്ണി പല നാളും വന്നേ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.